തുടങ്ങിക്കോളി. കമ്പനി വർക്ക് ചെയ്യുന്നു. പിന്നെയും ഏകദേശം 10 വർഷമായി. പ്രശ്നം എന്ന് വെച്ചാൽ കെഫീൻ്റെ അടുത്ത് നിന്ന് പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെയായി. പുതിയ പാസ്പോർട്ട് അപേക്ഷ കൊടുത്തു. പുതിയ പാസ്പോർട്ട് കിട്ടി. കിട്ടിയിട്ട് പിന്നെ അവന് അതിന് ശ്രദ്ധിക്കുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഔട്ട് പാസ് എടുത്ത കാരണത്താൽ മറ്റുള്ള പാസ്പോർട്ടൊക്കെ ക്യാൻസലായി. ഇപ്പം പാസ്പോർട്ട് കിട്ടി. ഇപ്പോൾ എംബസി പോയിട്ട് എത്രയോ പ്രാവശ്യം വർഷങ്ങളോളം കയറിറങ്ങി പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിന് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ സമയം ശരിയായിട്ടില്ല. അവർ പറഞ്ഞ ഇൻഷാല്ലാ ശരിയാക്കാൻ ഞങ്ങൾ ഫാക്സ് വിട്ടിട്ടുണ്ട്, എംബസിയിൽ ഫാക്സ് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഫാക്സ് വിട്ടിട്ട് അവർ പറഞ്ഞ് 4 മാസം പിടിക്കും. അതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം ഒരുപാട് ആൾക്കാർക്ക് കണ്ടു. പക്ഷെ ഒന്നും ശരിയായി വരുന്നില്ല. പക്ഷേ ഞാൻ വെച്ചാൽ ഇതിന് മുമ്പായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു വക്കാലയിൽ ജോലി ചെയ്തിരുന്നു. ഹസൻ ഖായ് എന്ന വ്യക്തി മാധ്യമപ്രവർത്തകരുമായി ടെലിഫോണിൽ കൂടെ ബന്ധപ്പെട്ടു. അദ്ദേഹം കാരണത്താൽ എനിക്ക് ലത്തീഫ് ടച്ച് എന്ന വ്യക്തിയുടെ നമ്പർ കിട്ടി. അദ്ദേഹം റിയാദ് നെസ്റ്റോയിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ കൂടെ താന്നൊരു മുജീബും ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനും കൂടെ അദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നില്ല. മനസ്സിലായി. ഇൻഷാല്ലാ ഇപ്പോൾ ഏകദേശം സംഗതി ശരിയാവുമെന്ന് വിചാരിക്കും. ഇൻഷാല്ലാ നോയമ്പിന് കഴിഞ്ഞ ഉടനെ കെഫിൽ പറഞ്ഞ് ഫിംഗർ എടുത്തിട്ടുണ്ട് പാസ്പോർട്ടിന്. ഈ ഫിംഗർ ഒഴിവാക്കി നിങ്ങൾക്ക് നാട്ടിൽ പോകാം. അപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ് തിരിച്ചു വരാനുള്ള സൗകര്യം മുക്കിത്തരണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉപ്പ മരിച്ചു, കാണാൻ പറ്റില്ല. ഉമ്മ മരിച്ചു, വേണ്ടപ്പെട്ട ഭാര്യ എല്ലാവരും എന്നെ വിട്ടുപോയി. എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കുട്ടികൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത കുട്ടികളെ കരിച്ചിലേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്തണം. ഈ ഇവിടുത്തെ ജീവിതം ഇൻഷാല്ലാ സൗകര്യം പോലെ വരാൻ നോക്കും. അങ്ങനെ ഒരു സൗകര്യം കിട്ടിയെങ്കിൽ വരിക എന്നുള്ളതാണ്. വേറെ എന്തൊക്കെ വേറെ കമ്പനിയിൽ ഒരുപാട് ആളുകളുണ്ടോ? കമ്പനിയിൽ ഒരുപാട് 5-8 പേരുണ്ട്. അവർ ഇന്ത്യക്കാരുണ്ട്, മലയാളമായിട്ട് ഞാൻ ഒരാളുള്ളൂ. ഈ അബശികളും ബംഗാളിയും അവരെ കൂടെയൊക്കെ ഒരു മലയാളി ജോലി ചെയ്ത് വരണമെങ്കിൽ ഇത്തിരി സപ്പോർട്ട് ചെയ്തിരിക്കണം. എൻ്റെ അടുത്ത് വരാൻ സപ്പോർട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ മൂത്തായി പോകും. ആ ലെവലിൽ എത്തിക്കണം. എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് കയറി വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശമ്പളങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? ശമ്പളമൊക്കെ എങ്ങനെ ഒരു മാസമൊക്കെ പ്രിൻറ്റിങ്ങിൽ വരും. എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്. ഒരു മാസമൊക്കെ പ്രിൻറ്റിങ്ങിൽ വരും. പക്ഷേ അൽഹംദുലില്ലാ അത് ഹൈറാണ്. അതുപോലെ തന്നെ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടോ? കമ്പനി ലൈസൻസും ഇല്ല, സുനാമിയിൽ ഒന്നുമില്ല, ഒരു സാധനമില്ലാതെ. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ലൈസൻസ് ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇക്കാമയിൽ 8 വർഷം ഇക്കാമിൻ്റെ പൈസ ബാങ്കിൽ കെട്ടിച്ചിരിക്കുന്നു. ബാങ്കിൽ കെട്ടി വെച്ചിരുന്നാലും പക്ഷേ അത് പാസ്പോർട്ട് കിട്ടണം. പാസ്പോർട്ട് എംബസിക്കാർ നമ്മൾ പോയിട്ട് അങ്ങോട്ട് ഫുട്ബോൾ തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കാതെ അവർ അങ്ങോട്ട് വലിയ നമ്പർ ഇങ്ങോട്ട് വരിക അങ്ങോട്ടും എന്ന് പറയും. ഫുട്ബോൾ തട്ടിക്കുന്ന പോലെ ഇതിൻ്റെ ഒരു അവസ്ഥ ഒരാൾക്കും ഇത് കാണുന്ന പ്രഷർ ഒരാളും തന്നെ ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് എൻ്റെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഈ സൗദിയിൽ ഹൗസ് ഡ്രൈവറായിട്ട് വന്നിട്ടും പലവിധ കഷ്ടപ്പാടിലും വീട്ടിൽ ഗഫീലിൻ്റെ ഭയങ്കര ചൊറകളും പ്രശ്നങ്ങളായിട്ട്. അതുപോലെ തന്നെ ബാത്റൂം ചെറിയ റൂമാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അതിലൊക്കെ അൽഹംദുലില്ലാ. പക്ഷേ അതല്ല, ഇവിടെ വന്ന് ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് ഒരുപാട് ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കഴിയുന്നിടത്ത് അവരൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്ക് നാട്ടിൽ പോയിട്ട് ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെയുണ്ട് ഒരുപാട് ആൾക്കാർ. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല, പേര് പറയുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് കഷ്ടത്തിലാണ്. നമുക്കിപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ജോലിൻ്റെ കാര്യത്തിലൊക്കെ അൽഹംദുലില്ലാ ഹൈറാണ്. ഇപ്പോൾ നാട്ടിൽ പോയിട്ട് നിങ്ങൾ എത്ര വർഷമായി ശരിക്കും? ഞാൻ നാട്ടിൽ പോയിട്ട് 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. കാരണം ഞാൻ 11 വർഷമായി. ഞാൻ വരുമ്പോൾ എൻ്റെ ചെറിയ കുട്ടിക്ക് ഒരു 2 വയസ്സുള്ളൂ. ഇപ്പം എൻ്റെ കുട്ടിക്ക് 13 വയസ്സായിരിക്കും. 8ൽ പഠിക്കുകയാണ്. അത് നോക്ക്, കുട്ടികളെ കാസറ്റ് കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 3 കുട്ടികളുണ്ട്. എന്ത് കുട്ടികളാ? 2 പെൺകുട്ടി ആൺകുട്ടി. ഒരു പെൺകുട്ടി മൂത്ത മോളെ കല്യാണത്തിന് ഞാൻ വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ അവർ. പക്ഷേ ഇത് വർഷങ്ങളോളം കാത്തുനിന്നു. പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു? പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. 2 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു. അൽഹംദുലില്ലാ പ്രസവിച്ച് കുട്ടിക്ക് ഒരു ഏകദേശം 6 മാസമായി. 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞത് കാരക്കാട് കല്യാണം കഴിച്ചു.
മാനക്ക ഡ്രൈവറാണ്. നിങ്ങളുടെ നാട്ടിലെവിടെ ശരിക്കും? നാട്ടിൽ താന്നൂര് ബ്ലോക്ക് ഓഫീസ് മലപ്പുറം ജില്ല, മലപ്പുറം ജില്ലയിലല്ലേ? മലപ്പുറം ജില്ലയിൽ താന്നൂര് ബ്ലോക്ക് ഓഫീസ് ചെല്ലിക്കാട് എന്നാണ് ഈ സ്ഥലത്താണ്. അവിടെ പോയി അന്വേഷിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന ഒരു കട ഉണ്ട്, പുത്തൻപീടിക എന്ന് പറയും. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയപ്പെടാത്ത ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്നവരാണ്. ഇവിടെ സൗദിയിൽ എവിടെയാണ്? റിയാദില് ഷിഫ അൽ അസം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ സനയിലായിരുന്നു 5 വർഷം. അവിടെ ഇങ്ങോട്ട് മാറ്റിട്ട് 5 വർഷമായി. ഇപ്പൊ ഏകദേശം 10 വർഷമായി. ഇവിടെ വന്നിട്ട് 11ാമത്തെ വർഷമായി. ഇപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞ് അടുത്ത വലിയൊരുന്നാളാകുമ്പോൾ 11 വർഷമായി. വലിയൊരുന്നാൾക്ക് അങ്ങോട്ടേക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വലിയൊരുന്നാൾക്ക് കാക്കുന്നില്ല. ഞാൻ ഈ ചെറിയൊരുന്നാൾ കഴിഞ്ഞ ഉടനെ പോകാനുള്ള ആഗ്രഹമാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട്.